ഒരു ദിവസം ടോട്ടോച്ചാൻ പള്ളിക്കൂടം വിട്ട് മടങ്ങുകയായിരുന്നു. വീടിനടുത്തെത്തിയപ്പോഴാണ് ആ അസാധാരണ ദൃശ്യം അവളുടെ കണ്ണിൽപ്പെട്ടത്. തെരുവോര തരിമണലിന്റെ ഒരു കൂറ്റൻ കൂന. ഹായ്, ഇതെങ്ങനെ? അവൾ അതിശയിച്ചു. താൻ കിനാവ് കാണുകയാണോ? കടൽക്കരയിൽ നിന്ന് ഇത്ര അകലെയുള്ള സ്ഥലത്ത് പഞ്ചസാര പോലെയുള്ള മണൽ. ബഹുവിശേഷം തന്നെ. ടോട്ടോച്ചാനെ ഹരം കയറി. ഒന്ന് രണ്ട് ചുവട് പിന്നാക്കം വെച്ച് ഒന്ന് തയ്യാറെടുത്ത ശേഷം അവൾ മണൽ കൂനയിലേക്ക് കുതിച്ചു. കൂനയുടെ ഒത്ത നടുക്കു തന്നെ ചെന്ന് വീണു. ബ്ലും! മണലായിരുന്നില്ല ഉള്ളിൽ. ചുവര് പൂശാനായി കുഴിച്ചിട്ട ചാരനിറമുള്ള കുമ്മായ ചന്ത്. ഒരു ഗുളുഗുളു ശബ്ദത്തോടെ തന്റെ സ്കൂൾ ബാഗും ഷൂ ബാഗും ഉൾപ്പെടെ കൊച്ചു ടോട്ടോ അതിലേക്ക് താഴ്ന്നുപോയി. നെഞ്ചോളം പൊക്കത്തിൽ നല്ല പശിമയുള്ള ചാന്ത്. അവൾ ഇപ്പോൾ ഒരു പ്രതിമ പോലെയുണ്ട്. ഉയർന്നു വരാൻ ശ്രമിക്കും തോറും കുഞ്ഞു കാലുകൾ കൂടുതൽ താഴേക്ക് വഴുതി. ഷൂസ് മിക്കവാറും കാലിൽ നിന്ന് വേർപെട്ടു. മുഴുവനായി മുങ്ങിപ്പോകാതിരിക്കാൻ അവൾ ബന്ധപ്പെടുകയായിരുന്നു. തീർത്തും നിസ്സഹായമായ അവസ്ഥ. വിരലുകളിൽ അമർന്നിരിക്കുന്ന ഷൂ ബാഗിനൊപ്പം ഇടംകൈ കുഴമ്പ് മിശ്രിതത്തിൽ പൂർണ്ണമായി പുതഞ്ഞു പോയിരിക്കുന്നു. തരിമ്പ് പോലും അനങ്ങാതെ നിൽക്കുക എന്നതൊഴികെ മറ്റൊരു മാർഗവുമില്ല. ഇതിനിടെ അപരിചിതരായ രണ്ടു സ്ത്രീകൾ അതുവഴി വരികയായി. ഏയ്, ഒന്ന് നിൽക്കണേ! അവൾ തന്റെ മൃദുല ശബ്ദത്തിൽ വിളിച്ചു. ഒരു കൊച്ചുകുട്ടി വെറുതെ കുസൃതി കാട്ടുകയാണെന്നാണ് അവർ കരുതിയത്. ടോട്ടോച്ചാന് ഒരു പുഞ്ചിരി സമ്മാനിച്ച് ആ സ്ത്രീകൾ കടന്നുപോയി. സായാഹ്നം അവസാനിക്കാറായിരിക്കുന്നു. തെരുവിൽ കുറേശ്ശെ ഇരുട്ട് വീണു തുടങ്ങി. ടോട്ടോച്ചാനെ ഇതുവരെയും കാണാത്തതിൽ പരിഭ്രമിച്ച് അമ്മ തിരക്കി ഇറങ്ങി. മണൽക്കൂനയുടെ അടുത്തെത്തിയപ്പോൾ അവർ ആ കാഴ്ച കണ്ടു. കൂനയുടെ ഒത്ത നടുക്ക് കൊച്ചു ടോട്ടോയുടെ കുഞ്ഞിത്തല. അവർ അന്തം വിട്ടുപോയി. എവിടുന്നോ ഒരു നീളൻ വടി സംഘടിപ്പിച്ചു കൊണ്ടുവന്ന ടോട്ടോച്ചാനെ അവർ ഒരു വിധത്തിൽ വലിച്ചു തൂക്കിയെടുത്തു. കണ്ട ഉടനെയുള്ള വെപ്രാളം കാരണം ആദ്യം കൈകൊണ്ട് അവളെ വലിച്ചെടുക്കാനായിരുന്നു ശ്രമം. ഇതിനിടയിൽ അവരുടെ ഒരു കാലം പശിമയുള്ള ചാന്തിൽ ഒട്ടിപ്പിടിക്കുമോ എന്ന അവസ്ഥയിലായി. ഏതായാലും ഒരു തരത്തിൽ അവളെ വലിച്ചു പുറത്തെടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ടോട്ടോച്ചാൻ ഇപ്പോൾ നരച്ച ചാന്ത് പൂശിവെടുപ്പാക്കിയ ഒരു ചുമര് പോലെയുണ്ട്. മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ലേ ടോട്ടോ? അമ്മ ഓർമ്മിപ്പിച്ചു. വിചിത്രായിട്ട് എന്തെങ്കിലും കണ്ടുവെന്ന് വെച്ച് ഒരു വട്ടം കൂടി ആലോചിക്കാണ്ട് നേരെ ചെന്ന് ചാടരുതെന്ന്. ഇനിയെങ്കിലും എടുത്തു ചാടും മുമ്പ് ഇടം വല്ലം നോക്കണം, കേട്ടൂലോ? മുന്നേ എന്ന് അമ്മ പറഞ്ഞത് ഒരിക്കൽ സ്കൂളിൽ വെച്ച് നടന്ന സംഭവത്തെ കുറിച്ചാണ്. ഊണിന്റെ ഇടവേളയിലായിരുന്നു അത്. ടോട്ടോച്ചൻ അസംബ്ലി ഹാളിനു പിന്നിലെ ഇടനാഴിയിലൂടെ പതിവ് അലസഗമനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. വഴിയുടെ മധ്യത്തിലായി ഒരു ന്യൂസ് പേപ്പർ കിടക്കുന്നത് അവൾ കണ്ടു. ഇവിടെ നിന്ന് ചാടിയാൽ ആ ന്യൂസ് പേപ്പറിൽ എത്തുമോ എന്ന് നോക്കിയാലോ? സഹജമായൊരു വികൃതി അവളുടെ തലയിൽ ഉദിക്കുകയായിരുന്നു. ഒന്ന് പിന്നോക്കം മാറി അടിവെച്ച് പേപ്പറിന്റെ ഒത്ത മദ്യം ലക്ഷ്യമാക്കി അവൾ കുതിച്ചു. കുറെ ഇപ്പുറത്ത് വെച്ച് ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് ഉശിരൻ ഒരു ചാട്ടം. കക്കൂസ് കുഴിയുടെ കോൺക്രീറ്റ് മൂടി പൊട്ടിപ്പോയതിനാൽ ഗന്ധം പുറത്തേക്ക് വരാതിരിക്കാനുള്ള ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ സ്കൂൾ സൂക്ഷിപ്പുകാരൻ സ്ഥാപിച്ചതായിരുന്നു ആ കടലാസ്. അയാൾ മറ്റെന്തോ കാര്യത്തിനായി പുറത്തു പോയിരിക്കുകയാണ്. നിർഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ. നേരെ കുഴിയിലേക്ക് തന്നെയായിരുന്നു ബ്ലും ശബ്ദത്തോടെ അവൾ ചെന്ന് വീണത്. ശരിക്കും അറപ്പുളവാക്കുന്ന അനുഭവം. ഏതായാലും അവളെ ഒരു പരുവത്തിൽ കഴുകിയെടുത്ത് വീണ്ടും വൃത്തിയുള്ള ടോട്ടോച്ചാൻ ആക്കി തീർക്കാൻ അവർക്ക് കഴിഞ്ഞു. ഭാഗ്യം. അക്കാര്യമാണ് അമ്മ സൂചിപ്പിച്ചത്. ഇനി ഞാനിങ്ങനെ ചാടില്ല, സത്യം. ടോട്ടോച്ചാൻ ശബ്ദം താഴ്ത്തി അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തു. അവർക്കൊരല്പം ആശ്വാസം തോന്നി. പക്ഷേ ആ ഉറപ്പ് അത്ര പക്വമായ ഒന്നല്ലെന്ന് അവരുടെ തുറന്നുള്ള വാക്കുകൾ അവരെ ബോധ്യപ്പെടുത്തി. ഒരു ന്യൂസ് പേപ്പറിന്റെ പുറത്തോ മണൽക്കൂനയിലേക്കോ ഞാൻ ഇനി ഒരിക്കലും ചാടില്ല. ഇവ രണ്ടും ഒഴികെ മറ്റെന്തെങ്കിലുമാണ് കിട്ടുന്നതെങ്കിൽ കൊച്ചു ടോട്ടോ ഒരു കൂസലുമില്ലാതെ എടുത്തു ചാടിയേക്കുമെന്ന് അവർക്ക് മിക്കവാറും ഉറപ്പായിരുന്നു. ഇരുവരും വീട്ടിലെത്തിയപ്പോൾ നേരെ നന്നേ ഇരുട്ടിയിരുന്നു. പകലുകൾക്ക് ദൈർഘ്യം കുറഞ്ഞു വരികയായിരുന്നു.